പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ആരംഭിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ റഷ്യ ഉക്രൈൻ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ആരംഭിച്ചിട്ട് അവർ തമ്മിൽ ഒരു പ്രശ്ന പരിഹാരത്തിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ റഷ്യക്ക് ഉക്രൈനുമേൽ ഒരു വിജയം സ്ഥാപിക്കാൻ കഴിയുന്നുമില്ല. സർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനം ഇന്ത്യക്ക് ഇത്തരത്തിൽ വളരെ വിജയത്തിനൊരു സഹായകരമാകുന്നു, റഷ്യക്ക് അത്തരത്തിലൊരു വിജയം സാധ്യമാകുന്നില്ല. എന്താണ് ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനം കൊണ്ട് കൂടുതൽ രാജ്യത്തിന് പ്രയോജനകരമാവുന്നത്? ഒപ്പം ഇന്ത്യ ജയിച്ചതിനുള്ള ഒരു പ്രധാന കാരണം ഇതുമല്ലേ? അതെ, ഇപ്പം ഇത് നമ്മുടെ ലോകത്തിപ്പം യുദ്ധത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന യുദ്ധോ അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകൾ എന്ന് പറയുന്നതിനകത്ത് മിസൈൽ ഉണ്ട്, അല്ലെങ്കിൽ ബോംബിംഗ് ഉണ്ട്, ഈ പറഞ്ഞ ഡ്രോണുകളുണ്ട്. അപ്പൊ മിസൈലുകളും ഡ്രോണുകളും പ്രധാനമായിട്ട് അതിനകത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ രാജ്യങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഡ്രോണുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഡ്രോണുകൾ യുദ്ധത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മിസൈലിനെക്കാട്ടിൽ ചെലവ് കുറഞ്ഞതും, അല്ലെങ്കിൽ ശ്രദ്ധ ശത്രു രാജ്യങ്ങളുടെ സംവിധാനങ്ങളിൽ, പ്രതിരോധ സംവിധാനങ്ങളുടെ ശ്രദ്ധയെ മറികടക്കാൻ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഡ്രോൺ സംവിധാനം. അതുകൊണ്ട് തന്നെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ചെലവ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പല യുദ്ധങ്ങളും പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങൾ ചെയ്തത്. ഇസ്രായേലിന്റെ അകത്ത് നെതന്യാഹുവിന്റെ വീടിന്റെ മണ്ടയ്ക്ക് വന്നപ്പോഴാണ് ഡ്രോൺ വന്നപ്പോഴാണ് കണ്ടത്. അവിടെ അയൺ ഡോം സംവിധാനം താർ സംവിധാനത്തെയും മറികടന്നാണ് ഒരു പക്ഷേ അവിടെ വന്നത്. അന്ന് താർ വന്നിട്ടില്ലെങ്കിലും അവരുടെ ഇതുപോലെ 6 ലെയർ 8 ലെയർ സംവിധാനം, പ്രതിരോധ സംവിധാനം, ലോകം ഉറ്റുനോക്കുന്ന സംവിധാനം, വളരെ കാലം കൊണ്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തെ മറികടന്നാണ്, അതും ഹൂത്തികളെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ച ഡ്രോൺ, അത് ഈ തുർക്കിയുടെ ഒക്കെ ഡ്രോൺ ആണെന്നാണെന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം, നമ്മൾ യുദ്ധം ജയിച്ചു 4 ദിവസം കൊണ്ട്, സിന്ദൂര്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനകത്ത് റഷ്യ ആക്രമിച്ചിട്ടുള്ളതൊക്കെ ഈ പറയുന്നത് പോലെ ഉക്രൈൻ ആക്രമിച്ചിട്ടുള്ളതൊക്കെ ഡ്രോൺ ആക്രമണമോ. ബാക്കി മിസൈലുകൾ ഉപയോഗിച്ചത് എല്ലാവരും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഡ്രോണുകളെ തടുക്കാൻ പറ്റുന്നില്ല. ലോകത്ത് ഏറ്റവും വലിയ വിഷയം, നമ്മളുടെ നേരെ സിന്ദൂർ ഓപ്പറേഷനിൽ 1000 ഡ്രോണുകൾ വന്നു. 1000 ഡ്രോണുകളും നമ്മൾ തകർത്തു. ഒരു ഡ്രോണും വീണില്ല. വീണ ഡ്രോണുകൾ ജാം ചെയ്താണ് ഇട്ടത്. അപ്പം ആക്രമിക്കാൻ പറ്റും. ഇതാണ് ലോക ഉപയോഗം. അപ്പൊ ഇന്ത്യയുടെ ഈ പറയുന്ന ആന്റി ഡ്രോൺ സംവിധാനം എന്താണെന്നുള്ളതിനെ പറ്റി ചർച്ചയാണ്. അപ്പൊ ആ ആന്റി ഡ്രോൺ സംവിധാനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ് D4 ആന്റി ഡ്രോൺ സംവിധാനം. ഇത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ മാത്രം പ്രോഡക്റ്റ്. DRDO അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഈ മാനുഫാക്ചേഴ്സ്. അവൻ ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇതിനു വേണ്ടി തിരക്ക് കൂടുന്നു. അല്ലെങ്കിൽ ആ ആന്റി ഡ്രോൺ സംവിധാനം ലോകത്ത് ചർച്ചയാവുന്നു. ഇപ്പം ഈ റഷ്യയില് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആന്റി ഡ്രോൺ സംവിധാനം ഉണ്ട്, റഷ്യക്ക് ആന്റി ഡ്രോൺ സംവിധാനം ഇല്ലെന്നല്ല. റഷ്യയുടെ ആന്റി ഡ്രോൺ സംവിധാനം പ്രായോഗികമല്ല, വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ഡ്രോണുകളെയും ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് കൊടുത്ത അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണല്ലോ യുക്രൈൻ യുദ്ധം ചെയ്തത്. യുക്രൈൻ്റെ ഒന്നും ഇല്ലല്ലോ. യുക്രൈനെ സഹായിക്കാൻ നമുക്കറിയാം ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് ആണ്. അതിനകത്ത് ഫ്രാൻസിനെ ഇപ്പം റഷ്യക്ക് സംശയമുണ്ട്, ജർമ്മനിയെ സംശയമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആയുധങ്ങൾ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ സംവിധാനത്തിലും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ഡ്രോണുകളാണ്. ഈ ആയുധങ്ങളെയാണ് മറികടന്നത്. ഇപ്പോഴും ആക്രമണം നടത്തിയത് എങ്ങനെ? ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഞെട്ടിയതും റഷ്യയെ ഞെട്ടിച്ചതായിട്ടുള്ള 2 ആക്രമണം ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ, ജലത്തിലുള്ള ആക്രമണം ഡ്രോണാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പം വ്യക്തത ഇല്ലെങ്കിൽ അറിയാം. പക്ഷെ മറ്റേതെല്ലാം ഡ്രോൺ ഉപയോഗിച്ചല്ലേ ആക്രമിച്ചത്. അപ്പം ഇത് ഈ സംവിധാനം, ഇപ്പൊ ഈ A4 അല്ലെങ്കിൽ D4 ആന്റി ഡ്രോൺ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത് മികച്ച. ഇതിന്റെ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വെച്ച് ജാം ചെയ്യുക, തകർത്ത് കളയുക. ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള വഴി. ഇപ്പം വളരെ കൂടുതൽ ദൂരത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് വലിയ റേഞ്ചിൽ തന്നെ ഇതിന്റെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇതിനകത്തെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ നാവിഗേഷൻ, ഇപ്പൊ അപ്പുറത്തുനിന്ന് ഡ്രോൺ വന്നാൽ അതിന്റെ നാവിഗേഷൻ ഇതാക്കി കളയുക. അതുപോലെ സോഫ്റ്റ് ഗില്ലിംഗ്, ഹാർഡ് ഗില്ലിംഗ് സംവിധാനം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യമേ ഇതിനെ നശിപ്പിച്ചു കളയാൻ ലേസർ സംവിധാനം, പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയാൻ വേണ്ടി ലേസർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ജാം ചെയ്ത് ഇതിനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാവിഗേഷൻ സംവിധാനത്തെ തകർക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കൺട്രോൾ, ഇപ്പൊ ഒരിടത്തുനിന്ന് ഡ്രോൺ വിട്ട് അതിന് കൺട്രോളിംഗ് ഉണ്ട്. ആ കൺട്രോളിംഗ് സിസ്റ്റത്തെ തകരാറിലാക്കാൻ പറ്റും. പിന്നെ ആ ഡ്രോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
വേണമെങ്കിൽ ഈ ഡ്രോൺ വിട്ടിടത്തോട്ട് കൊണ്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന, അതായത് പലവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിരോധ സംവിധാനമാണ് ഈ D4 അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനം, ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വളരെ ഈ പറയുന്ന ലോകം ചർച്ച ചെയ്യുന്നതും ആശങ്ക കൂടി കാണുന്നതെന്ന് പറഞ്ഞാൽ സിന്ദൂർ ഓപ്പറേഷനകത്താണല്ലോ ഈ ഡ്രോണുകളെ പറ്റിയും നമ്മുടെ ആയുധങ്ങളെ പറ്റിയും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ പറ്റിയും ഒക്കെ ചർച്ചയായത്. അപ്പം ഈ S-400 കൊള്ളത്തില്ലെന്നുള്ള, S-400 കൊള്ളാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഇത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. S-400 ചെലവ് കൂടുതലാണ്. ചെലവ് കൂടുതലെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ബാറ്ററിയിൽ ഇത് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാത്തിനകത്തും ഇതിന്റെയൊക്കെ ഒരു എത്ര എണ്ണം അടിച്ചിടാൻ പറ്റും ഒറ്റ ഒരു ബാറ്ററി പ്രയോഗത്തിൽ എന്ന് പറയുമ്പോൾ അതിനപ്പുറം വന്നാൽ എന്ത് ചെയ്യാനൊക്കെ 1000 ഒന്നിച്ചാ വരുന്നത്. ഇപ്പൊ എല്ലായിടത്തുള്ള സംവിധാനം ഡ്രോണുകൾ ഒന്നും രണ്ടുമായിട്ടൊന്നും അല്ല വരുന്നത്, കൂട്ടമായിട്ട് വരുക, നമ്മുടെ കാക്ക പറന്നു വരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇപ്പൊ S-400 ഒരു സമയം ഒറ്റ സ്വിച്ചിങ്ങിൽ അല്ലെങ്കിൽ ഒറ്റ ബാറ്ററിയിൽ ഇതിനകത്ത് ഒരു 50 അല്ല പോട്ടെ, എനിക്ക് അതിന്റെ എണ്ണം അറിയത്തില്ല, പോട്ടെ 25 ഡ്രോൺ ആണെങ്കിലല്ലേ അത് അടിച്ചു കളയാൻ പറ്റും. അപ്പൊ 25 ഡ്രോൺ 1000 ഡ്രോൺ വരുന്നിടത്ത് ബാക്കി അത്രയും ഇവിടോട്ട് വരത്തില്ലേ. അപ്പൊ ഇതിനകത്ത് അങ്ങനെയല്ല, ലേസർ സംവിധാനം എത്ര എണ്ണം വന്നാലും ഡിറ്റക്ട് ചെയ്ത് അടിച്ചു കളയാൻ പറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പൊ മാത്രമല്ല S-400 ഒരു പ്രാവശ്യം ബാറ്ററി സ്വിച്ച് ചെയ്യുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ളപ്പോൾ ഇതിനകത്ത് ചെലവില്ല, ലേസർ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ ആവശ്യം. അപ്പൊ ഇതേ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ആയതുകൊണ്ടാണ് ഈ ഡ്രോൺ സംവിധാനം ഏറ്റവും കൂടുതൽ ഡ്രോണുകളെ ഉപയോഗിച്ച് എപ്പോഴും ഡ്രോൺ സാന്നിധ്യം കൊണ്ട് ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറാൻ നിൽക്കുന്ന ചൈനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവർ D4 ഡ്രോൺ, ഇപ്പൊ തായ്വാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ തായ്വാൻ ഇപ്പം നമ്മുടെ ഡ്രോണുകൾ വേണമെന്നും പറഞ്ഞിട്ട് പ്രതിരോധ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അവിടെയും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ തായ്വാന്റെ സാമന്ത രാജ്യം, അമേരിക്കയുടെ സാമന്ത രാജ്യമായിട്ട് നിൽക്കുന്ന തായ്വാൻ. ഈ തായ്വാനകത്ത് പ്രതിരോധ സംവിധാനത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരായിട്ടുള്ള അമേരിക്കയെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം ലോകത്ത് ഇപ്പൊ യുദ്ധത്തിനകത്ത് ഏത് രാജ്യത്തെയും കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ചെറിയ രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളും ഡ്രോണുകളെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വിജയിച്ചു വരുമ്പോൾ ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യവും ഡ്രോൺ സംവിധാനത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു രാജ്യവും ഒക്കെ ആയിട്ട് മാറി, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ ഇതിനെല്ലാം ഉദാഹരണമായിട്ട് മാറി. ഇതൊരു യുദ്ധം നടന്നുകൊണ്ടല്ലേ ഇതൊക്കെ വ്യക്തത വന്നത്. സിന്ദൂരിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയാണ് ഇപ്പൊ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ആയുധങ്ങൾക്കും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കും നമ്മുടെ ഇതിനകത്ത് ആകാശ് മിസൈൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മള് ചെറുതായി കാണാൻ പറ്റത്തില്ല, കാരണം ഈ അവരുടെ ഡ്രോണുകളെയും അല്ലെങ്കിൽ മിസൈലുകളെയൊക്കെ അടിച്ചു കളയുന്നതാണ്. പ്രതിരോധ സംവിധാനത്തിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച ആകാശ് മിസൈലും നമ്മൾ തന്നെത്താൻ വികസിപ്പിച്ചിട്ട് എടുത്തതാ, അത് മനസ്സിലാക്കണം. അപ്പം ഇതാണിപ്പം ലോകത്ത് ഇസ്രായേലിന്റെ വിമാനത്താവളത്തിനകത്ത് കൊണ്ടുവന്ന് ഹൂതികൾ കൊണ്ട് ഇട്ടു. വിമാനത്താവളത്തിനകത്ത് ആളപായ 1-2 സംഭവത്തിലുള്ളത് ഭയങ്കരമായിട്ട് കുഴപ്പം പറ്റി. അങ്ങനെ ഇത്രയും സംവിധാനം അത് താർ ഉൾപ്പെടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാ ഈ S-4 വലിയ പ്രതിരോധ സംവിധാനം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക നിൽക്കുന്നത് താർ ഉൾപ്പെടെ ഉള്ളത് നിൽക്കുമ്പോഴാണ്, അവരുടെ 8 ലെയർ നിൽക്കുമ്പോഴാണ് അവിടെ അങ്ങനെ കൊണ്ടിട്ട്. അപ്പൊ ഇത്രയും വലിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു കയറാൻ പറ്റും. അത് ആരാ കൊണ്ടിടുന്നത്? ഈ ലോകത്തെ ഏറ്റവും ചൂത്തയായിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. അവരുടെ ഒരു രാജ്യം ഒരു സംവിധാനം ഒന്നുമല്ല, അവരുടെ ഇരിക്കുന്ന ഏറ്റവും മോഡേൺ ഒന്നും അല്ല, ഏതെങ്കിലുമൊക്കെ ആയുധങ്ങളാണ്. അപ്പൊ അതിനെ പോലും പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അമേരിക്കയും റഷ്യയും കഴിഞ്ഞിട്ട് ആയുധത്തിന്റെ കാര്യത്തിലും യുദ്ധത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഇരിക്കുന്നതിന് അത്രയും ആയുധങ്ങൾ ലോകത്തൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് ഡ്രോൺ ആക്രമണം നടത്തി റഷ്യയെ കിടുകിട ഉറപ്പിച്ചില്ല. റഷ്യ ഇപ്പൊ തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നല്ലോ. റഷ്യക്ക് ഇതുവരെ 350 വിമാനങ്ങൾ പോയാൽ നമ്മുടെ അവർ കൊടുത്തേക്കുന്ന കണക്കാൻ 236 ഉണ്ടല്ലോ, പോയല്ലോ. അപ്പം ഇതെല്ലാം ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഈ യുദ്ധത്തിന് ശേഷം ആരുടെ ആയുധങ്ങൾ ശരി, ആരുടെ ആയുധങ്ങൾ മോശം എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ വന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ഈ ഡ്രോൺ സംവിധാനം അല്ലെ ആന്റി ഡ്രോൺ സംവിധാനം, D4 ആന്റി ഡ്രോൺ സംവിധാനത്തെ ലോകത്തെ ഏറ്റവും വലിയ ഡ്രോൺ നിർമ്മാതാക്കളായിട്ടുള്ള അവകാശപ്പെടുന്ന തുർക്കിക്കും യൂറോപ്യൻ കൺട്രീസിനും
ചൈനയ്ക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോണുകൾക്കും ആ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി ഇപ്പം ലോകം ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ D4 പ്രതിരോധ സംവിധാനത്തിന് ലോകത്തുടനീളം അല്ലെങ്കിൽ വേണമെന്നുള്ള രീതിയിൽ ചർച്ചയാവുകയും അത് മേടിക്കുന്നതിന് വേണ്ടി ആൾക്കാർ തയ്യാറാവുകയൊക്കെ ചെയ്യുന്നത് യുദ്ധം ജയിച്ചതിന്റെ പ്രധാന പങ്കാളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രധാന പങ്ക് വഹിച്ചത് ഈ പ്രതിരോധ സംവിധാനം തന്നെ ആണെന്ന് ഇന്ത്യയും സമ്മതിക്കുന്നു. ലോകം അത് മനസ്സിലാക്കി കഴിഞ്ഞു. യെസ്, അതാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിനായി ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ്. റഷ്യക്ക് ഉക്രൈനുമേൽ സാധിക്കാത്ത വിജയം ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനുമേൽ സാധ്യമായതും ഇന്ത്യയുടെ ഡ്രോൺ സിസ്റ്റം, അതായത് ഡ്രോൺ പ്രതിരോധ സംവിധാനം അത്രയേറെ ശക്തി ആർജിച്ച ഒന്നായതുകൊണ്ട് മാത്രമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.